19th എപ്പിസോഡ് മനുഷ്യവർഗത്തിനുള്ള അന്ത്യ ന്യായവിധി, ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ വെള്ള സിംഹാസന ന്യായവിധി, വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്. വെളിപ്പാട് 20:11 മുതൽ 15 വരെ. സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള മനുഷ്യവർഗത്തിൻ്റെ അന്ത്യ ന്യായവിധിയാണ് വെള്ള സിംഹാസന വിധി. ഈ ന്യായവിധിയിൽ വരുന്നവർ ഒന്നാം പുനരുത്ഥാനത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരത്രേ. മാത്രമല്ല, വിശുദ്ധ പൗലോസ് റോമർ 8:1 പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ക്രിസ്തുവേശുവിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്കാണ് ഈ ന്യായവിധി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ അന്ത്യ ന്യായവിധി വെളിപ്പാട് 20:11 മുതൽ 15 വരെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതര പുസ്തകങ്ങളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. വെളിപ്പാട് 20:11 ഇപ്രകാരം കാണുന്നു. യോഹന്നാൻ പറയുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. വെള്ള സിംഹാസനം എന്നത് അതിലിരിക്കുന്ന അതിവിശുദ്ധിയുള്ള കർത്താവിൻ്റെ വിശുദ്ധിയും അധികാരത്തെയും കുറിക്കുന്നു. ആ ന്യായവിധി 100% നീതിയുള്ളതായിരിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ് എന്ന് നിസ്സംശയം മനസ്സിലാക്കാം. യോഹന്നാൻ 5:22 മുൻകൂട്ടി തിരുവചനം പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ 7:9 ഇത് പറഞ്ഞിരിക്കുന്നു. അവൻ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും ആയിരുന്നു. വിശുദ്ധ പൗലോസും 2 കൊരിന്ത്യർ 5:10 ഇതിനെ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നും റോമർ 14:10 ദൈവത്തിൻ്റെ ന്യായാസനം എന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയിരിക്കുന്ന ഏക ദൈവമാണ് ന്യായവിധി നടപ്പാക്കുന്നത് എന്ന സത്യം നാം മനസ്സിലാക്കണം. ഈ വെള്ളസിംഹാസന ന്യായവിധിയുടെ മുമ്പിൽ വരുന്നവർ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളികൾ ആകാത്തവർ എല്ലാം രണ്ടാം പുനരുത്ഥാനത്തിൽ ഉയർക്കും. അത് അന്ത്യ ന്യായവിധിക്കായിട്ട് മാത്രമാണ് ഉയർക്കുന്നത്. മനുഷ്യരാശിയുടെ ഉത്ഭവം മുതലുള്ള, അതായത് ഏദൻ തോട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച പാപത്തിൽ മരിച്ച കായീൻ മുതലുള്ള എല്ലാ മനുഷ്യരും ആബാലവൃദ്ധം അവർക്കുള്ള ന്യായവിധി പ്രാപിക്കാനായി ഉയർക്കും. 20:12 മനുഷ്യൻ ആബാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വെള്ളസിംഹാസനം ന്യായവിധിക്ക് ചില അടിസ്ഥാന രേഖകളായി തുറക്കപ്പെട്ട പുസ്തകങ്ങളെ കാണാം. വെളിപ്പാട് 20:12 പുസ്തകങ്ങൾ തുറന്നു എന്ന് വായിക്കുന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായവിധി നീതിയുക്തവും പൂർണ്ണ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. പുസ്തകങ്ങൾ തുറന്നു. ദ ബുക്സ് വെയർ ഓപ്പൺഡ്. വാട്ട് ആർ ദോസ് ബുക്സ്? എന്താണ് ഈ പുസ്തകങ്ങൾ? ഇത് ന്യായവിധി നിർണയിക്കുന്നതിനുള്ള ബേസിക് പ്രൂഫ്സ്, അടിസ്ഥാന തെളിവുകളാണ്. പുസ്തകങ്ങൾ ഏതൊക്കെ എന്ന് വേദപുസ്തകത്തിൻ്റെ ഉടനീളം പഠിച്ച് നമ്മൾ മനസ്സിലാക്കാം. 1 റോമർക്കെഴുതിയ ലേഖനം 2:12 കാണുന്നു മനസ്സാക്ഷിയുടെ പുസ്തകം. ഇത് ന്യായപ്രമാണവും
വിശുദ്ധ വേദപുസ്തകവും ഉപയോഗിക്കാത്ത ജാതികളുടെ ന്യായവിസ്താര തെളിവാണ്. മനസ്സാക്ഷി, കോൺഷ്യൻസ് ആണ് അവരുടെ പുസ്തകം. റോമർ 2:12 മുതൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. അവരുടെ മനസ്സാക്ഷി സാക്ഷ്യം പറഞ്ഞു. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. 2. വാക്കുകളുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് വേർഡ്സ്. വിശുദ്ധ മത്തായി 12:36-37 വാക്യത്തിൽ കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്: മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. 3. രഹസ്യ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം, ദ ബുക്ക് ഓഫ് സീക്രട്ട് വർക്ക്സ്. റോമർ 2:16. മനുഷ്യർ ഗൂഢമായി ചെയ്യുന്ന എല്ലാ പാപപ്രവൃത്തികളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൽ തെളിയിക്കപ്പെടാത്ത കൊലപാതകങ്ങൾ, മറ്റ് ചെറുതും വലുതുമായ പ്രവൃത്തികൾ ദൈവം അറിയുന്നു. ദൈവത്തിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ ഊടാടി നടക്കുന്നുവെന്നും നല്ലവരെയും ആകാത്തവരുടെയും പ്രവൃത്തികളെ ശോധന ചെയ്യുകയും അത് അന്ത്യ ന്യായവിധി ദിവസത്തിനായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. റോമർ 2:16 പ്രകാരം ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ എന്ന് വിശുദ്ധ പൗലോസ് എടുത്തു പറയുന്നു. 4. പരസ്യമായി ചെയ്യുന്ന പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം, ദ ബുക്ക് ഓഫ് പബ്ലിക് ആക്ട്. മനുഷ്യർ പരസ്യമായി ചെയ്യുന്ന എല്ലാ പാപപ്രവൃത്തിയെയും ദൈവം സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം നൽകും എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായി 16:27 നാം അത് വായിക്കുന്നു: മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മറ്റൊന്ന് ഓർമ്മയുടെ പുസ്തകം, പുറപ്പാട് 32 മുതൽ 34 വരെ. മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവം മറക്കാതെ ഓർമ്മയുടെ പുസ്തകത്തിൽ സൂക്ഷിക്കുന്നു. അഹറോന്റെ സഹായത്താൽ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് ദൈവം രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഫലമായി ദൈവകോപത്തിൽ അനേകർ വീണു. അവരുടെ പാപം ക്ഷമിക്കണമേ എന്ന് മോശ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. മോശ പറയുന്നു: ഇല്ലെങ്കിൽ ദൈവമേ, നീ എഴുതിയിരിക്കുന്ന ജീവപുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ എന്നപേക്ഷിക്കുന്നു. ദൈവം അതിന് കൊടുത്ത മറുപടി: ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാം. എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും. വിശുദ്ധ ലൂക്കോസ് 16:19 മുതൽ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ധനവാന്റെയും ലാസറിൻ്റെയും വിധി ഓർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. 25-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നു: അബ്രാം പിതാവ് ധനവാനോട് പറയുന്നു, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്കാം. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ യാതനാ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നു. ഇവിടെ ഒരു സത്യം നാം മനസ്സിലാക്കണം. ഈ പുസ്തകങ്ങളിൽ എല്ലാം ന്യായവിധിക്കായി എഴുതിയിരിക്കുന്നത് നാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച്
ഉപേക്ഷിക്കാത്ത പ്രവൃത്തികളും വാക്കുകളും അത്രേ. ദൈവം ക്ഷമിക്കപ്പെട്ട പാപങ്ങൾ ഒന്നും രേഖപ്പെടുത്തുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും കൺഫെഷൻ, അനുതാപം ആവശ്യമായി വരുന്നത്. നാം അനുദപിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു. ആ ക്ഷമ നാം ഒരിക്കലും അത് ചെയ്തിട്ടില്ലാത്തതുപോലെ മായ്ച്ചു കളയും. നമ്മുടെ ഓർമ്മയിൽ മാഞ്ഞു കിടക്കുന്ന ക്ഷമിക്കപ്പെടാത്ത ഏത് പാപങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ നാം പ്രാർത്ഥിക്കണം. ഓർമ്മപ്പെടുത്തിയാൽ അനുദപിച്ച് ഏറ്റുപറയണം, പാപക്ഷമ സ്വീകരിക്കണം. സ്വർഗത്തിൽ ന്യായവിധിക്കായി തുറക്കപ്പെട്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ കാണുന്ന മറ്റൊരു പുസ്തകം ബൈബിൾ ആയിരിക്കും. നിത്യതയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്ന കാറ്റലോഗ് ദൈവവചനമാണ്. അത് വായിച്ച് കേൾക്കണം, കേൾപ്പിക്കണം, അത് പ്രാവർത്തികമാക്കണം. വേദപുസ്തകം നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ അറിയിക്കുന്നു. ന്യായവിധിയുടെ മുമ്പിൽ എനിക്കിതൊന്നും അറിയയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വേദപുസ്തക സത്യങ്ങൾ വായിക്കാതെ പഠിക്കാതെ ഇരിക്കുന്നതിനുള്ള ന്യായവിധിയും ഉണ്ടാകും. സങ്കീർത്തനം 119:89 പറയുന്നു, യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകം ഭൂമിയിലുള്ളതുകൊണ്ട് സത്യം അറിഞ്ഞില്ല എന്ന് ഒഴികൊഴി പറയാൻ ആർക്കും കഴിയുകയില്ല. ജീവപുസ്തകം, ദ ബുക്ക് ഓഫ് ലൈഫ്, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം ആണ് തുറക്കപ്പെടുന്നത്. ദ ബുക്ക് ഓഫ് ലൈഫ്, ദൈവത്തിൻ്റെ മക്കളുടെ പേരുകൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകമാണ് ജീവപുസ്തകം. സ്വർഗത്തിലെ സിറ്റിസണിൻ്റെ സെൻസസ് പുസ്തകമാണ്. സ്വർഗത്തിലെ പൗരന്മാരുടെ പേരുകൾ എഴുതിയിട്ടുള്ള സെൻസസ് പുസ്തകമാണ് അത്. അത് മാറ്റമില്ലാത്ത നിത്യമായ ഒരു രേഖ, റെക്കോർഡ് പുസ്തകമാണ്. വിശുദ്ധ ലൂക്കോസ് 10:20 കർത്താവ് പറഞ്ഞതായി വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരം അത്രേ, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ദാനിയേൽ പ്രവാചക പുസ്തകം 12:1 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. വെളിപ്പാട് 3:5 സർദീസ് സഭയെക്കുറിച്ച് കർത്താവ് എഴുതിയിരിക്കുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. ഈ അന്ത്യ ന്യായവിധിയിൽ ലോകാരംഭം മുതൽ പാപത്തിൽ മരിച്ചു കിടക്കുന്ന ആബാലവൃദ്ധം മനുഷ്യരെയും ഉയർപ്പിക്കും. ഇത് രണ്ടാമത്തെ പുനരുത്ഥാനമാണ്. വെളിപ്പാട് 20:13 പറയുന്നു, സമുദ്രം തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വർണ്ണവർഗ മത വ്യത്യാസമില്ലാതെ അന്ത്യ ന്യായവിധിയിൽ നിൽക്കേണ്ടി വരും. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടാകും എന്ന് കാണുന്നു. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ തുറക്കപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് സത്യവും നീതിയുക്തവുമായ കാര്യങ്ങളാണ്. ഒരു വ്യക്തിക്കും നിഷേധിക്കാൻ പറ്റാത്തതുപോലെ ചെയ്ത പ്രവൃത്തികൾ അതിൻ്റെ തീയതി, സമയം തെറ്റിക്കാതെ സ്വർഗത്തിൽ നീതിന്യായ കോടതിയുടെ മുമ്പിലെ സ്ക്രീനിൽ തെളിഞ്ഞു കാണും. മനുഷ്യർ കപ്പൽ ഛേദത്തിൽ മരിച്ച് സമുദ്രത്തിൻ്റെ അടിയിൽ കിടന്നാലും മരിച്ച് ഏത് അവസ്ഥാന്തരത്തിൽ കഴിഞ്ഞാലും എല്ലാവരെയും പുനഃസംഘടിപ്പിക്കപ്പെട്ട് അവരുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തി ന്യായവിധി നടന്നിരിക്കും. രണ്ടാം പുനരുത്ഥാനത്തിലൂടെ അന്ത്യ ന്യായവിധിയിൽ വരുന്നവർക്ക് രണ്ടാം മരണമാണ് ദൈവം വെച്ചിരിക്കുന്നത്. വെളിപ്പാട് 20:14-15 നാം അത് വായിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി.
മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക, രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. രണ്ട് പുനരുത്ഥാനമുള്ളതുപോലെ രണ്ട് മരണങ്ങളുമുണ്ട്. ഒന്നാമത്തെ മരണം ശാരീരിക മരണം അത്രേ. ആ മരണത്തിന് മനുഷ്യൻ്റെ ആത്മാവിനെ കൊല്ലുവാൻ സാധ്യമല്ല. വേദപുസ്തകം ഒന്നാം മരണത്തെ ശരീരത്തിൻ്റെ മരണമായി വിശേഷിപ്പിക്കുന്നത് ഉറക്കം, നിദ്ര എന്ന അനുഭവത്തിലൂടെയാണ്. യേശുക്രിസ്തു ബഥാനിയയിലെ ലാസറിൻ്റെ ഭവനത്തിൽ വെച്ച് പറഞ്ഞത്, ലാസർ നിദ്ര കൊള്ളുകയാണ്. യോഹന്നാൻ 11:25-26 പ്രകാരം വീണ്ടും കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. പാപത്തിൻ്റെ ഫലമായിട്ടത്രേ മനുഷ്യനെ മരണം ഗ്രസിച്ചത്. ആ പാപത്തിൻ്റെ ശമ്പളമായ മരണം യേശുക്രിസ്തു കാൽവറിയിൽ സഹിച്ചു. മനുഷ്യജാതിക്ക് മരണത്തിൽ നിന്നുള്ള വിടുതൽ പ്രദാനം ചെയ്തു. ആ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒന്നാം മരണമായ ശാരീരിക മരണം മാത്രമേ ഉള്ളൂ. അവർ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളികളാകും. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ സാത്താനെ സേവിച്ച് അവൻ്റെ പ്രവൃത്തികൾ ചെയ്തവർ രണ്ടാം പുനരുത്ഥാനത്തിൽ വരികയും അവരെ അവൻ്റെ സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ഗന്ധക തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിയിടും. അപ്പോൾ അവർക്ക് ശാരീരിക മരണം മാത്രമല്ല, ആത്മാവിൻ്റെ മരണവും നിത്യമായ വേദനയും അനുഭവിക്കേണ്ടി വരും. ഇത് രണ്ടാമത്തെ മരണമാണ്. വെളിപ്പാട് 20:15 പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരുടെ അവസ്ഥ എത്രയോ ഖേദകരമാണ്. വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷം മരണവും പാതാളത്തിനും പിന്നെ സ്ഥാനമില്ല. ഇനിയും പാപം ഇല്ലാത്തതിനാൽ മരണവുമില്ല, പാതാളത്തിൻ്റെ ആവശ്യവുമില്ല. 1 കൊരിന്ത്യർ 15:25-26 പ്രകാരം പറയുന്നു, അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. മേലുദ്ധരിക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളിലൂടെ ഇന്ന് കാണുന്ന ലോക സംവിധാനവും മനുഷ്യർക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന 7 യുഗങ്ങളും സമാപിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മനുഷ്യർ ദൂതതുല്യരായി നിത്യതയിലേക്ക് മാറ്റപ്പെടുന്നു. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, രാത്രിയില്ലാത്ത, സന്തോഷം മാത്രം തരുന്ന, ജീവജലവും ജീവവൃക്ഷവും അതിൻ്റെ ഫലങ്ങളും മാത്രമുള്ള ഒരു പുതിയ അനുഭവത്തിലേക്ക് വിശ്വാസി മാറ്റപ്പെടുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം തൻ്റെ മക്കൾക്കായിട്ട് ഒരുക്കുന്നു. അവിടെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അന്തരം ഇല്ലാതെയാകുന്നു. ദൈവമുഖം നേരിൽ കണ്ട് ദൈവജനത്തിന് ആരാധിക്കാനായിട്ട് കഴിയുന്നു എന്നത് ഒരു പരമസത്യമാണ്. തുടർന്ന് നാം 20ാം എപ്പിസോഡിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിത്യതയെക്കുറിച്ചാണ്, ഇറ്റേണിറ്റിയെക്കുറിച്ചാണ്.